ഒരു ജീവിതം കയ്യിൽ വെച്ച് തന്നിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സകലമാന ശക്തികളും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ പ്രതികൂലമാക്കാതിരുന്നാൽ മതി. എല്ലാം അനുകൂലമായിട്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ സകലമാന ശക്തികളും നിൽക്കുമ്പോൾ ഈ ശക്തികളെ മുഴുവനും ഉപയുക്തമാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിതത്തെ അതിൻ്റെ സാർത്ഥകതയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും? അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഭഗവാൻ തന്നെ. നമ്മൾ നാരായണീയത്തിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാരായണീയത്തിൻ്റെ അവസാനത്തെ ശ്ലോകങ്ങൾ നമുക്കറിയാമല്ലോ. 100ാമത്തെ ദശകത്തിലെ ഭട്ടതിരി വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്തരോദ്ധാരകൂർമ്മം. ഭഗവാനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആ പാദങ്ങളിൽ കിടക്കുന്ന പാദസരങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ. അത്ര ഗംഭീരമായിട്ട് ഭട്ടതിരി പറഞ്ഞേക്കണേ നോക്കൂ. മഞ്ജീരം മഞ്ജുനാഥൈരിവ, വളരെ മഞ്ജുനാഥങ്ങൾ കൊണ്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? പദഭജനം ശ്രേയ, ഭഗവാന്റെ പാദങ്ങളെ ഭജിക്കൂ. ഭഗവാന്റെ പാദം എവിടെ ഇരിക്കുന്നത്? ഹൃദയേ അർജുന തിഷ്ഠതി. അർജുനോട് വളരെ കൃത്യമായിട്ട് മറ്റൊരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ എന്ന് പറയുന്നുണ്ട്. അല്ലയോ അർജുന, ഈ ശരീരം എന്ന് പറയുന്നതാണ് ക്ഷേത്രം. ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് എന്തോ അതാണ് ക്ഷേത്രം. നാശത്തിൽ നിന്ന് ഒരു ജീവിതത്തെ അതിൻ്റെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ. നീ അതാണ് അറിയേണ്ടത്. ഈ ശരീരം ക്ഷേത്രമാണെന്ന് അറിയണം. ഇതിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രജ്ഞൻ വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാനെ അതിനെ ഭജിച്ചു കൊണ്ടിരിക്കുക. നാം നമ്മളുടെ ആന്തരികമായിട്ടുള്ള ആ ശക്തിയെ തന്നെ അതിനെ നമുക്ക് ഉണർത്തിയെടുക്കാൻ, നിരന്തരമായി ഉണർത്തിയെടുക്കുക. പദവചനം ശ്രേയ, പദവചനം ശ്രേയ. എന്തുകൊണ്ട് ആ പാദങ്ങളെ ഭജിക്കാൻ പറയുന്നത്? പാദാഗ്രം, ഭഗവാന്റെ ആ പാദത്തിന്റെ അഗ്രം എങ്ങനെയാ? ഭ്രാന്തിമജ്ജ പ്രണതജന മനോമന്തരോദ്ധാരകൂർമ്മം. ഏതൊക്കെ മനുഷ്യരാണോ ഭഗവാന്റെ ആ പാദങ്ങളിൽ പ്രണമിക്കുന്നത്, ആ പാദത്തിൽ പ്രണമിക്കുമ്പോൾ ആ മനസ്സുകളാകുന്ന മന്ദരപർവ്വതത്തെ എടുത്ത് ഉയർത്തുന്ന കൂർമ്മമാണ് ഭഗവാന്റെ പാദങ്ങൾ. നമ്മൾ താന്നു പോവില്ല എന്ന്. ഭഗവാനെ നമ്മളൊന്ന് സ്നേഹിച്ചു പോയി കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ, നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടല്ലേ പാഞ്ചാലിയുടെയൊക്കെ. നമ്മളുടെ പൗരാണികമായ എല്ലാത്തിലും ഇത് തന്നെയാണ്. ഭഗവാനെ ഒന്ന് ഉറക്കനെ വിളിച്ച് എപ്പോഴും പരമഹംസം പറയും, ശ്രീരാമകൃഷ്ണ പരമഹംസം പറയും, നിങ്ങളെ ഉറക്കനെ വിളിച്ച് കരയൂ. അദ്ദേഹത്തിന് അമ്മയായിരുന്നു, ദേവിയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ദക്ഷിണേശ്വരത്തെ പൂജാരിയായിരുന്നല്ലോ ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയും, അമ്മയെ വിളിച്ച് കരയുക, അമ്മ വിളിക്കുക. അമ്മ വിളിച്ച അമ്മ എത്താതിരിക്കില്ല. ആപത്തിക്കും കരണീയം, ആപത്തിക്കും കരണീയം ശരണീയം പദയുഗളം അമ്പായാം. അമ്മയുടെ പാദങ്ങളാണ് എപ്പോഴും ഭജിക്കാനുള്ളത്. അമ്മ എന്ന് പറയുന്നതും ഭഗവാൻ എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെ. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്യം ഒന്നേയുള്ളൂ. ഈ സത്യം, ഒന്നായ സത്യത്തെ നമുക്ക് പലതായിട്ട് തോന്നുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അത് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ വിധം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്ക് വരുവാൻ കൃപാവലികൾ. എനിക്ക് ആ ശരിയായ ഏകതാബോധത്തിലേക്ക് എന്നെ ഒന്ന് എത്തിക്കാമോ? ആ ഏകതാബോധത്തിലേക്ക് ഈ ലോകത്തിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഈശ്വരീയത കണ്ടെത്താൻ പറ്റണം. നമുക്കൊരാളെ വെറുക്കാൻ പറ്റില്ല എന്ന്. നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടാക്കാൻ പറ്റുമോ? ഈ ജീവിതത്തിൽ വെറുപ്പൊക്കെ നേടിയിട്ട് നമ്മൾ എവിടേക്കാ പോവാ? നമ്മളുടെ അസൂയ കൊണ്ട്, മതമാത്സര്യങ്ങൾ കൊണ്ട്. നിങ്ങളൊരു പാട്ട് കേട്ടിട്ട്, ഒരു പഴയ സ്തോത്രം കേട്ടിട്ടുണ്ടാവും അല്ലേ? പടിയാറും കടന്ന് അവിടെ ചൊല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന്. അതിൻ്റെ തുടക്കം ശരിയായില്ല എന്ന് എനിക്കൊരു പക്ഷുണ്ട്. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരുതി നടുവിൽ ഞാൻ. നമ്മൾ നരകത്തിലൊക്കെയാണോ ജനിച്ചേക്കണത്?
എവിടെയാ സ്വർഗം? എവിടെയാ? നീ നിൽക്കുന്ന ഇടം തന്നെ സ്വർഗമാണ്. നമ്മൾ നരകത്തിലൊന്നുമല്ല ജനിച്ചേക്കണത്. നമ്മൾ ഇത്രയും നല്ല ഭൂമിയിൽ ജന്മം കിട്ടിയിട്ട് അല്ലേ, ജന്തുവിനാം നരജന്മ ദുർലഭം. ആചാര്യസ്വാമികൾ വളരെ വ്യക്തമായിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജന്തുവിനാം നരജന്മ ദുർലഭം. മനുഷ്യനായിട്ട് ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠതയാണ്. നമുക്ക് പുല്ലായിട്ടല്ല, പുഴുവായിട്ടല്ല, പക്ഷിയായിട്ടല്ല, മൃഗമായിട്ടല്ല ജന്മം കിട്ടിയത്. എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള മനുഷ്യനായിട്ട് ജന്മം കിട്ടി. എന്നിട്ടും നമ്മൾ ജീവിതം നരകത്തിൽ നിന്നും കരകയറ്റിയിടേണേ തിരുവയ്ക്കം വാഴും ശിവശംഭു. അങ്ങനെയില്ല. നമ്മൾ എപ്പോഴും എവിടെ തന്നെയാ? സ്വർഗത്തിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ അതിനകത്ത് പറയുന്നുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. ഏതാ 6 പടികള്? നമുക്ക് 6 പടികൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, സോപാനത്തിന്റെ 6 പടികളാണോ ഉദ്ദേശിക്കുന്നത്? പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ കാമമുണ്ട്, ക്രോധമുണ്ട്, മോഹമുണ്ട്, മതമുണ്ട്, മാത്സര്യമുണ്ട്. ഇങ്ങനെ നമുക്ക് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ, അങ്ങനെ 6 ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം. എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഈ 6 വൈരികളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ. അപ്പോൾ ഇതാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ. അല്ലെങ്കിൽ യോഗശാസ്ത്രത്തിലൂടെ പറയുകയാണെങ്കിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, അതേപോലെ മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറയുന്ന ആധാര ചക്രങ്ങളുണ്ട്. ഈ ആധാര ചക്രങ്ങളിൽ നിന്ന് കുണ്ടലിനി ശക്തിയെ ഉണർത്തിയെടുത്തിട്ട് നമ്മുടെ സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കുക. അതും 6 പടികളാണ്. ഇങ്ങനെ ഈ പടിയാറും കടന്ന് ചെല്ലുമ്പോൾ ജീവിതം അതിൻ്റെ മുക്തിയിലേക്ക്. അതാണ് നേരത്തെ പരമഹംസം പറഞ്ഞത്, നിനക്ക് എപ്പോഴാ മുക്തി ലഭിക്കുക? നീ മരിക്കുമ്പോഴാണ് നിനക്ക് മുക്തി ലഭിക്കുക. അതിന് തടസ്സമായിട്ട് നിൽക്കണത് എന്താ? ഞാൻ എന്നുള്ള ഒരു വേറിട്ട വ്യക്തിത്വം ഇങ്ങനെ നിൽക്കുക. നമുക്ക് വേറിട്ട ഒരു നാവുണ്ടാകും. നമ്മളെല്ലാത്തിലും ഈ ഭഗവാന്റെ സൃഷ്ടികളൊക്കെ എല്ലാം ഒന്ന് തന്നെ, എല്ലാത്തിലും ഭഗവാൻ തന്നെയാണ്. ഇവിടുത്തെ പുല്ലിലുമുണ്ട്, പുഴുവിലുമുണ്ട്, സകലമാന ജീവജാലങ്ങളിലും ആ ഈശ്വരീയതയെ നമുക്ക് ഒന്ന് കണ്ടെത്താൻ കഴിയുക. അങ്ങനെ കണ്ടെത്താൻ കഴിയുമ്പോൾ ജീവിതത്തെ ഏറ്റവും സുന്ദരമായിട്ട് സ്വീകരിക്കാനായിട്ട് കഴിയും. ഭഗവാൻ അതല്ലേ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നത്.